ചിഞ്ചു വന്നാ? നേരത്തെ ആണല്ലോ. ഇന്ന് ലാസ്റ്റ് പീരീഡ് എടുത്തിട്ടില്ല, ഞാൻ വിട്ടു. പിന്നെ ഉപ്പച്ചി വന്നിരിക്കുന്നു. എനിക്ക് അയാളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. ഇങ്ങനെ എത്ര ദേഷ്യം കാട്ടുന്നത് ചിഞ്ചു. ഞങ്ങളോട് എത്ര വട്ടം പറയണ്ടില്ല ഹോസ്റ്റലിൽ എവിടെയെങ്കിലും ആക്കി തരാന്. നിങ്ങൾ രണ്ടാളും ഇവിടെ ജീവിച്ചാ പോരെ, എന്തിനാ ഇവിടെ കൊടുന്നിട്ട് ചെയ്യുന്നത്? അയാളെ മുഖം കാണുന്ന ദേഷ്യം. ഇതെല്ലാം എന്റെ ഒപ്പൊന്നല്ലല്ലോ. എന്തൊരു കഷ്ടാണിത്. ഇയാളെന്തിന് എപ്പോഴും ഇങ്ങോട്ട് വരുന്നത്? ഇഷ്ടല്ലേ ഇയാളെ? എന്താണോ നീ കണ്ണിന്റെ നേരെ കണ്ടൂടാ. അമ്മ എന്താ ചിഞ്ചോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയും. ഹോസ്റ്റലിൽ ചേർത്ത് തരുമോ? ഹോസ്റ്റലിക്കോ? എന്താണ് ചിഞ്ചു, ആകെ ഒരു മോളുള്ളൂ ഞങ്ങൾക്കുള്ളത്. വേറെ ആരുമില്ല എൻ്റെ ഇവിടെ. ഹോസ്റ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആരാ ഉണ്ടാകുക ഇവിടെ? ഇവിടെ എന്നിട്ടൊന്നും ശരിയാവില്ല. ഹോസ്റ്റലിൽ പോയാലേ പാടുള്ളൂ. ഹോസ്റ്റലിലൊന്നും ആക്കുന്നില്ല. ഇവിടെ സുഖമായിട്ട് ഇരുന്ന് പഠിച്ചാൽ താഴെ കുട്ടികൾ പറഞ്ഞു കാണാൻ ഇടങ്ങാറും കാര്യമൊന്നും ഇല്ലല്ലോ. എത്ര സുഖമായിട്ട് ഇരുന്ന് പഠിച്ച എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഹോസ്റ്റലിലൊന്നും പോകണ്ട. ഉമ്മാൻ്റെ കുട്ടി ഇവിടെ തന്നെ നിന്നോളൂ കേട്ടോ. ഹോസ്റ്റലിൽ പോകണം, ഹോസ്റ്റലിൽ പോണം എന്നെ ഹോസ്റ്റലിൽ ചേർത്തി തേടി. ആ സ്കൂളിൽ തന്നെ ഉണ്ടല്ലോ ഹോസ്റ്റല്, അവിടെ ചേർത്തി തന്നാ എനിക്ക് ഇവിടെ നിന്ന് പഠിച്ചാൽ. എനിക്ക് ഹോസ്റ്റലിൽ പോയി പഠിച്ചാ മതി. ചിഞ്ചോ പറഞ്ഞത് കേട്ടോ, ഹോസ്റ്റലിൽ പോകൂല, ഇവിടെ നിന്ന് പഠിച്ചാ മതി. ഇവിടെ ഒരു കുഴപ്പമില്ല. ഇപ്പൊ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒന്നും ഇവിടെ കേൾക്കൂല. ഞാൻ നിങ്ങൾക്കൊന്നും ഇഷ്ടമില്ല. ഒറ്റൊന്നുമില്ല ഇവിടെ. ഹോസ്റ്റലിൽ പോകണം, ജാതി തന്നു. അതിന് ഓരോ ടൈമിൽ ഓരോരോ പൂതികളായിട്ടാണ് വരും. ടൈം വൈകല്ലോ. ഇപ്പോഴേക്ക് നേരം ചിഞ്ചോ അമ്മ ചിഞ്ചോ, ഞാനേ പോട്ടെ, ടൈം വൈകിയാണ്. പിന്നെ ലഞ്ച് ബോക്സിൽ ഞാൻ ആക്കി വെച്ചിരുന്നു ചോറൊക്കെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എടുത്ത് വെച്ചിരുന്നു, കഴിച്ചോണ്ടിട്ടോ. ഞാൻ കഴിച്ചോണ്ട്. പിന്നെ ഇന്ന് ചിലപ്പേ ഞാൻ കുറച്ച് ലേറ്റ് ആകും, ഉറപ്പില്ല. ചിലപ്പോ വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ ലേറ്റ് ആകും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ വരും. വൈകുന്നേരം വരാൻ വൈകുന്നു. എന്തിനാ പേടിക്കണം? ഇപ്പച്ചില്ല ഇവിടെ. ഇപ്പച്ചി ഉണ്ടാകുമല്ലോ. ഈ വന്നാൽ ഇപ്പച്ചി ഉണ്ടാവും, പേടിക്കാനൊന്നുമില്ല. അയാളെ കാണുന്ന ദേഷ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ. എന്തിനാ അമ്മ വർക്കിന് പോണത്? നമുക്ക് വർക്ക് ചെയ്യാതെ വീട്ടിൽ നിന്നാ പോരെ? എന്തൊക്കെയാ ചിഞ്ചു പറയുന്നത്? ഞാൻ ഇവിടെ ജോലിയൊക്കെ ഒഴിവാക്കി കണ്ടിരുന്നാല് നമുക്ക് വേണ്ട ക്യാഷ് ഫുള്ളും ഉണ്ടാവോ? നമുക്ക് പഠിക്കാനും കാട്ടാനൊക്കെ വേണ്ടേ? ഞാൻ ഹയർ സ്റ്റഡീസ് ഇതിനൊക്കെ പോകണം, അതിനൊക്കെ നമുക്ക് വേണ്ടേ? അതൊന്നും സാരമില്ല, നമ്മക്ക് വീട്ടിൽ നിന്നാ പോരെ. പൈസ ഒന്നും വേണ്ടമ്മ. ഞാൻ പോട്ടെ, ടൈം വൈകിയിരിക്കുന്നു. പറഞ്ഞ മാതിരിയൊക്കെ കാട്ടിക്കൊണ്ടൊക്കെ അതെടുത്തൊക്കെ കാട്ടൊക്കെ ചെയ്തു കേട്ടോ. പറ്റി ഞാൻ നേരത്തെ തന്നെ വരും. പോയത് കേട്ടോ. ടൈം ആകുമ്പോൾ സ്കൂളിൽ പോകാൻ നോക്കിക്കൊണ്ടിട്ടോ. പോയത് ഇന്നിപ്പോ പിതനോട് ട്യൂഷന് വരുന്നില്ല പറഞ്ഞു. എന്തായാലും പോകാം. അവിടെ നിന്നാലേ ശരിയാവില്ല. എന്റെ ഉണ്ട്, പോവാൻ നോക്കട്ടെ. ചിഞ്ചു മോളെന്താ നോക്കണ്ടേ? ഉമ്മ വർക്കിന് പോയില്ലേ? സ്കൂളിൽ പോകാൻ നിക്ക. ഇന്ന് ട്യൂഷനൊന്നും പോകണ്ട. എന്നിട്ട് വാ മോളെ, അടങ്ങി നിക്ക്. നിക്കടെ ഓടല്ലേ. ഞാൻ പിടിച്ചോളട്ടോ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചാണ്. ചേച്ചി ഇതെവിടെ പോയി? ട്യൂഷന് ടൈം ആകാനോ?
ഉം. ഷഹാന, ഞാൻ എന്റെ യൂണിഫോം എനിക്കറിയില്ല കേടം നിന്നത് അത് അടിച്ചാൻ കൊടുത്തിരുന്നു. അപ്പൊ ചേച്ചി ഇതിലെ വരുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ഇരിക്കുക. നീ കാണാതെ ഇങ്ങോട്ട് പോയിക്കണമെങ്കിൽ പിന്നെ ഞാൻ ഓലെ വീട്ടിൽ പോകേണ്ടി. ഇതെന്താ ഇല്ലാറിഞ്ഞാണ്ട് ഇപ്പൊ പെട്ടെന്ന് ഒന്നുമില്ല. ഞാൻ നേരത്തെ പോയി വർക്കിന്. അവിടെ അയാള് വന്നാണ്, ഇന്നലെ വന്നാണ്. ഭയങ്കര ദുഷ്ടനോട്. എന്നിട്ട് ഞാൻ അവിടുന്ന് പിടിച്ചെന്തോ എടുക്കാൻ വേണ്ടി പോയപ്പോഴേക്കും എന്നെ കാട്ടാൻ വന്നു. ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഓടിയതാ. ആണോ? എന്റെ അമ്മച്ചിനോട് കൊറേ പറഞ്ഞു ഹോസ്റ്റലിൽ എവിടെങ്കിലും ആക്കി തരാൻ. വൈറ്റാടി ഇതൊക്കെ സഹിച്ച് ഇങ്ങനെ നിൽക്കുന്നത് ആരെ കൊണ്ടും കഴിയില്ല. എനിക്ക് എന്റെ അമ്മാനോട് പറഞ്ഞൂടെ? ഇതാണെങ്കിൽ പറഞ്ഞാല് ഇന്നെ കൊല്ലും കാട്ടും നോക്കിയാ പറഞ്ഞത്. പേടിയാവുന്നുണ്ട്. എന്താ ചെയ്യ? ആകെ പേടി. എനിക്കിപ്പോ വീട്ടിക്ക് പോണത് തന്നെ പേടിയാ. സ്കൂൾ വിട്ടാൽ ചിലപ്പോ ഉമ്മ നേരം വൈകിയ വരും പറയുന്നു. അങ്ങനെ ലേറ്റ് ആയില്ലെങ്കിൽ ഇയാൾ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ എന്താണോ ചെയ്യ? എനിക്കറിഞ്ഞൂടെ. ഹോസ്റ്റലും പോയി നിന്നതൊന്നും സഹിക്കണ്ടല്ലോ. സാരല്ലടി, പിന്നെന്തെങ്കിലും ഒരിതുണ്ടാവും. ആ, ചേച്ചി വരുന്നുണ്ട്. വാ, നമുക്ക് വാങ്ങിക്കാണ്ട് അങ്ങനെ ട്യൂഷന് പോവാ. വാ പോവാ. ഓവർ ടൈം വർക്കില്ല, ഞാൻ നന്നായി. ടീച്ചറാണല്ലോ. ആ, ഹലോ ടീച്ചറെ. എവിടെ, ഓഫീസിലാണോ? വീട്ടിലെത്തിയോ? ഇന്നെന്തോ ഓവർ ടൈം വർക്ക് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു മോള്. ആ, ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്ന് വർക്ക് ഉണ്ടാവും പറഞ്ഞിരുന്നു, പക്ഷെ വർക്ക് ഉണ്ടായിട്ടില്ല. എന്താ ടീച്ചറെ? ഞാൻ വിളിച്ചതേ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ. അപ്പൊ ഫ്രീ ആണോ? ആ, എന്താണ്? ഷഹാനന്റെ ക്ലാസ്സിലുള്ള ഫിദനെ പറ്റി അവള് പറയാറുണ്ടോ? ആ, അറിയാം. അവളെപ്പോഴും പറയാം, ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്നാലേ അവളാണ് ഞങ്ങളടുത്ത് ഈ കാര്യമൊക്കെ പറഞ്ഞത്. ഷഹാനനെ അവളെ ഉപ്പ നല്ലോണം ഉപദ്രവിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഏറ്റവും നല്ലതില്ലാന്നല്ലോ. ഫിദ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങള് സ്റ്റാഫ് റൂമിക്ക് ഷഹാനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിരുന്നു. അപ്പോഴാണ് ഓരോ കാര്യം അവള് പറയണത്. കരഞ്ഞ് പറയാണ്. അത്രയും ആ കുട്ടി മാനസികമായിട്ട് അവിടെ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളിത് അറിയുന്നില്ല എന്നുള്ളതാണ്. എന്തൊക്കെയാ ടീച്ചറെ ഞാൻ കേൾക്കുന്നത്? നല്ല മിടുക്കിയായിട്ടുള്ള കുട്ടിയാണ്. ഇപ്പം പഠിപ്പിലും ഒന്നിലും ഒരു ശ്രദ്ധയില്ല. നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഇതൊന്നും അറിയണില്ല. അവിടെ എന്നോടൊരു കാര്യം പറയുന്നതാക്കണൊന്നുമില്ല. പിന്നെ അവള് പറയണ എന്താന്ന് വെച്ചാല് അവള് രണ്ടാനച്ഛന്റെ പീഡനം നല്ലോണം അനുഭവിക്കുന്നുണ്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും. കൗൺസിലിംഗ് കൊടുക്കാതെ ഇത് തിരിച്ച് കിട്ടും തോന്നുന്നില്ല. അവൾക്കിപ്പോ പറയണത് ഹോസ്റ്റലിൽ നിർത്തി തരൂ എന്നുള്ളത്. വീട്ടിൽ കുറെ പറഞ്ഞു, ആരും കേൾക്കണില്ല എന്നൊക്കെയാണ്. അതന്നെ എന്നോട് എപ്പോഴും പറയുന്നു ഹോസ്റ്റലിലാക്കി തരുമെന്ന്. ഞാൻ എന്നിട്ട് പറയും ഇവിടെ വേറെ കുട്ടികളൊന്നുമില്ല, എനിക്ക് ഇവിടുന്ന് പഠിക്കാൻ തന്നെ എളുപ്പം, എല്ലാ കാര്യങ്ങളും ഇല്ല ഇവിടെ എന്നൊക്കെ പറയും. എന്നോട് തുറന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെയായിട്ട്. അതിന് അവളോട് അങ്ങനെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചേക്കാണ് അയാൾ. അതുകൊണ്ടാണ് കുട്ടിയൊന്നും പറയാത്തത്. ഇതെല്ലാം കൂടി ഇതിന് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായിട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം വരും കേട്ടോ. കുട്ടി തന്നെ ഇല്ലാതാകും. എന്നാ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ശരി, അവളെ നല്ല പോലെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ശ്രദ്ധിക്കുന്നു. ഓക്കെ എന്നാ. എന്തൊക്കെയാ റബ്ബേ ഞാൻ കേട്ടതിപ്പോ? എന്റെ കുട്ടിയെ ഇപ്പൊ ഒരു ദേഷ്യം വെക്കാൻ വരട്ടെ. വരാനായിണ്ടല്ലോ സ്കൂൾ വിട്ടിട്ട്. കാലൊക്കെ തളരുന്ന മാതിരി കേട്ടിട്ട്. എന്തൊക്കെയാണ് റബ്ബേ ഞാൻ ഈ കേൾക്കുന്നത്?
ഏതായാലും ചിഞ്ചു വരട്ടെ, ചോദിച്ചോക്കാം. ആ കുട്ടിക്ക് എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞോട് ഇങ്ങനെ വല്ലതുണ്ടെങ്കിൽ. വെറുതെ അല്ല ഇടക്കിടക്ക് ഹോസ്റ്റലിലാക്കി തരുമോ എന്റെ കുട്ടി ചോദിക്കുന്നുണ്ട്. ആ ചിഞ്ചു വരുന്നുണ്ടല്ലോ. അമ്മ, ചിഞ്ചു ബഹടിക്ക്. എന്താ അമ്മ? ഒരു കാര്യം ചോദിച്ചു. ചിഞ്ചോ, എനിക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മച്ചിനോട് പറയും. എന്താ അമ്മ? ടീച്ചർ വിളിച്ചു എനിക്ക്, എന്നിട്ട് എന്നോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്തെങ്കിലും കാട്ടേ, എന്തെങ്കിലും ഉപദ്രവിക്കാൻ വരെ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ല. എന്തുണ്ടെങ്കിലും അമ്മച്ചിനോട് തുറന്നു പറയും, ആരും ഒന്നും ചെയ്യൂല. കരയണ്ട. ചിഞ്ചോച്ച് കരയണ്ട. ഈ കാര്യം എന്താ വെച്ചാ പറ. അയാളെ പേടിയമ്മ, അയാൾ ദുഷ്ടനമ്മ. അമ്മന്റെ മുമ്പിൽ കാട്ടണമായിരിക്കല്ല. ഒന്നല്ലാതായി കഴിഞ്ഞാല് എന്തൊക്കെയാ കാട്ടുമ്പോ. എന്തൊക്കെയാ റബ്ബേ ഞാൻ ഈ കേക്കുണ്ട്. പേടിയമ്മ. രാവിലെ കൂടെ നിറഞ്ഞു ഓടിയതാ. അതുകൊണ്ടമ്മ ഹോസ്റ്റലിൽ എന്തെങ്കിലും ആക്കി തരാനാ പറയണത്. വീടന്നെ എനിക്ക് പേടിയമ്മ. അയാളെ കൊല്ലും, എനിക്ക് പേടിയ. ചിഞ്ചോ, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എൻ്റെ ഒപ്പം ഞാൻ ഉണ്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്മച്ചിനോട് പറയണെങ്കിൽ. ഇതിനെന്റെ ഒപ്പാനെ അച്ഛമ്മയും കൊണ്ടായത്. അതുകൊണ്ടല്ല ഉമ്മ ഇയാളെ കല്യാണം കഴിച്ചത്. എനിക്കിങ്ങനെ ഒരു പന വേണ്ട. എന്നോട് നിങ്ങളോടൊക്കെ പറഞ്ഞാല് കൊല്ലും കാട്ടുന്നൊക്കെ പറഞ്ഞ് അതെനിക്ക് എല്ലാരോടും പറയാൻ പേടായിട്ട്. എന്റെ കുട്ടി കഴിഞ്ഞിട്ടല്ലുള്ളൂ വേറെ ആരും. ഇതിനൊക്കെ ചെയ്യുന്ന ആളെ നമ്മൾക്ക് എന്തിനാ? ഇതിനുള്ള പണി ഞാൻ എന്താ വെച്ചാ കൊടുത്തുണ്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഉമ്മച്ചിനോട് ഷെയർ ചെയ്യണം കേട്ടോ. കരയണ്ട കേട്ടോ, വിഷമിക്കണ്ട. സ്കൂളിൽ പോയാലും വീട്ടിക്ക് വരുന്നത് ഭയങ്കര പേടിയാ. വിഷമിക്കണ്ട കേട്ടോ. ഇതിനുള്ള പണി എന്താ കൊടുക്കണ്ട എനിക്കറിയാം. കരയണ്ട കേട്ടോ. പോയി റൂമിൽ പോയി ഇങ്ങോണ്ട് കുളിച്ച ഡ്രസ്സൊക്കെ മാറ്റി കേട്ടോ. ഞാൻ മാറ്റി തരാം. കരയണ്ട മോളെ. ഇതിനുള്ള പണി എന്താ കൊടുക്കണ്ടെന്ന് എനിക്കറിയാം. അയാൾ എന്റെ കുട്ടിനെ ചെയ്ത് ഇത്ര സഹിച്ചിട്ടുണ്ടോ എന്റെ കുട്ടി? ഒന്നും എന്നോട് പറയാതെ പേടിച്ചേക്കാറില്ല ഇപ്പൊ ഇത്രയും ജീവിച്ചത്. വല്ലാത്തൊരു വിധിയായിപ്പോയി റബ്ബേ ഇത്. ഇയാൾ എവിടെയാണ് ഇത്രയും നേരം? ഞാനൊന്ന് അങ്ങാടി പോയതേനെ. ഇതല്ലേ ലേറ്റ് ആയിട്ട് വരുള്ളൂ പറഞ്ഞു. നേരത്തെ വന്നു. ഈ വീട്ടിക്ക് ഇനി കയറണ്ട കേട്ടോ. അതെന്തേ? എന്താ ഇപ്പൊ പ്രശ്നം? എന്താ ഭയങ്കര ചൂടിലാണല്ലോ, എന്താ കാര്യം? എന്താ വിചാരിച്ചത്? ഇയാൾ ചെയ്യുന്നതൊന്നും ഇവിടെ അറിയില്ലാന്നോ? എന്താണ് കാര്യം പറയും? എന്താണ് എന്റെ കുട്ടിനോട് ചെയ്തത്? അന്നെ സ്വന്തം ഉപ്പായിട്ടല്ല കുട്ടി കാണുന്നത്. ഇത്രയും കാലം ഞാൻ അറിഞ്ഞിട്ടില്ലേനി. ഇപ്പൊ ഞാൻ അറിഞ്ഞു, എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞു. സ്കൂളിൽ ടീച്ചറെ വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞത്. കുട്ടി എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് എന്നോട് ചൂടാകാൻ നിക്കണ്ടോ? തന്നി സ്വഭാവം ഞാൻ അറിഞ്ഞു. അറിഞ്ഞല്ലോ. ഞാൻ എങ്ങനെയാ? എന്തേ? എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്? നീ വീട്ടിക്ക് കയറാൻ പറ്റൂല.
എനിക്കെതിരെ ഞങ്ങൾ പോയി സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ നിൽക്കാം. ഇതൊക്കെ കൊറേ ഓലത്തൊന്ന് മാറി പിന്നെ നോക്കും. ഈ വീട്ടിക്ക് ഇനി കയറാൻ പറ്റില്ല, ഇറങ്ങിക്കോ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ വേണ്ടെനി. അല്ലെങ്കിൽ ഇപ്പൊ ആർക്കും അതിനൊക്കെ മാണ്ടി. അതോടുകൂടി എന്റെ പണി കഴിഞ്ഞെന്ന് വിചാരിക്കണ്ട. എനിക്കുള്ളത് ഇനി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ സ്റ്റേഷനിൽ പോകാൻ വേണ്ടിട്ട് നിൽക്കുക. എനിക്കുള്ള കംപ്ലൈന്റ് കൊടുക്കണം, എന്നാ തന്നെ ഇയൊക്കെ പഠിക്കുള്ളൂ. ഓ പിന്നെ ഞാനാണ് പഠിച്ചു. ഇപ്പൊ ഓളപ്പ ചെറിയ കുട്ടിയായപ്പോ മരിച്ചു പോയതാ. അതിന് ശേഷം ഓക്കും വേണ്ടിട്ടാ ഞാൻ ജീവിച്ചത്. ഞാൻ പറയണോന്ന് ആ കേക്ക്. കുട്ടിനാണ് ഇങ്ങനെ കാട്ടിയത്. നമുക്ക് ഉള്ളിലിരുന്ന് സംസാരിച്ച. എനിക്ക് മാപ്പില്ല. അനക്കുള്ളത് തരാ. ഇറങ്ങടാ വീട്ടിന്ന്, ഞാൻ പറയട്ടെ. ഇറങ്ങിപ്പോടാ. നിന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാകൂല. ജിന്നൊന്ന് വിശ്വസിക്ക്. സ്റ്റേഷനും കേസൊന്നും കൊടുക്കല്ലേ, എന്റെ മാനം പോകും. ഞാൻ പോയിക്കോളെന്ന. ഇങ്ങനെയുള്ളവനൊന്നും വെറുതെ വിട്ടിട്ട് കാര്യമില്ല. മോളെയും കൂട്ടി പോയി സ്റ്റേഷനിൽ പോയി പരാതി എടുക്കട്ടെ. അവനൊക്കെ ജയിലിൽ കിടക്കുമ്പോളെ അനുഭവിക്കുള്ളൂ. ഇതൊന്നും പോരതിന്. എന്താ റബ്ബേ, എന്റെ കുട്ടിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി. വെറുതെ വിട്ടാ പറ്റൂല. എത്ര അനുഭവിച്ചിട്ടുണ്ടോ എന്റെ കുട്ടി. കുട്ടിന്റെ ഭാവിയാണോ ഇല്ലാതാക്കാൻ നോക്കിയേ. ഉള്ള പണി എന്താ കൊടുക്കണ്ട എനിക്കറിയാം.